ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എന്താ കാണാൻ പോണേന്ന് വെച്ചാൽ എങ്ങനെയാണ് എയർ ഫ്രയറിൽ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് നല്ലപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് മഞ്ഞൾപ്പൊടി ഇട്ട് വാഷ് ചെയ്ത് പിന്നീട് അതിന് മസാല ഇടാൻ പോവാണ്. മസാല എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊറിയൻഡർ ലീഫ്, ജിഞ്ചർ, ഗാർലിക്ക്, ചെറിയ ഉള്ളി, ഗാർലിക്ക്, പിന്നെ പച്ചമുളക് ഇതെല്ലാം കൂടി നല്ലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നല്ല അടിച്ചിട്ട് ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം നന്നായിട്ട് അടിച്ചിട്ട് അത് ഈ ചിക്കനിലേക്ക് നന്നായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് നല്ലപോലെ മസാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലും എല്ലായിടത്തും മസാല ഇട്ട് കൊടുക്കണം. എന്നാലേ അതിന് ഉള്ളി കയറി പിടിച്ച് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. എന്നിട്ട് അതൊരു കണ്ടെയ്നറിൽ ഞാൻ മാറ്റി എന്നിട്ട് അത് ഫ്രീസറിൽ വെക്കുക. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഇത് നോക്കണം. ഞാനിവിടെ രാവിലെ എടുത്ത് മസാല ഇട്ടൊക്കെ വെച്ചിട്ട് നൈറ്റത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം നൈറ്റ് എടുത്തപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലപോലെ നമ്മൾ മസാലയൊക്കെ ഇട്ട് പുരട്ടി നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചാൽ മതി. അപ്പോൾ വേഗം ആയിക്കോളും. മിനിമം ഒരു 4 മണിക്കൂർ വെക്കണം. എന്നിട്ട് ഞാനിതായിപ്പം എയർ ഫ്രയറിലേക്ക് മാറ്റുകയാണ്. എയർ ഫ്രയറിലേക്ക് വെച്ചിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് വെച്ച് പിന്നെ അതിന് ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേത്ത് കുറച്ച് ഒലിവ് ഓയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഒരുപാട് ഡ്രൈനെസ് ആവത്തില്ല, പക്ഷെ നല്ല രീതിയിൽ തന്നെ വരും. അപ്പം അങ്ങനെ ചെയ്തിട്ട് അടച്ച് നമ്മൾ എയർ ഫ്രയർ ഓണാക്കും. അവിടെ ചിക്കൻ്റെ സിമ്പൽ, ഫിഷിൻ്റെ സിമ്പൽ, അങ്ങനെ കുറേ സിമ്പൽസ് വരും. അതിൽ ചിക്കൻ സിമ്പൽ എടുത്തിട്ട് അതിനകത്ത് തന്നെ ടെമ്പറേച്ചർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാകും. നമ്മളത് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി, ഇപ്പോൾ 28ൻ്റെ പകുതി ആകുമ്പോഴത്തേക്കും നമ്മളത് എടുത്ത് വീണ്ടും ഒന്ന് മറിച്ച് വയ്ക്കുക. അപ്പോഴത്തേക്കും നോക്കിക്കേ, പകുതി ആയപ്പോഴത്തേക്കും തന്നെ ഒരു സൈഡ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ ഒന്ന് മറിച്ച് വയ്ക്കണം. മറിച്ച് വയ്ക്കുമ്പോഴും ഇതുപോലെ തന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഒരുപാട് ഡ്രൈ ആവാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അത് മറിച്ച് വെച്ചിട്ട് നമ്മളൊന്ന് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇച്ചിരി എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് വീണ്ടും നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് ആ പകുതി 14 മിനിറ്റ്സ് വീണ്ടും ഓണാക്കി വിട്ടാൽ മതി. അത് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. ഇപ്പം നമ്മുടെ ഇത് കഴിയാനായിട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മളിട്ട് വെച്ചിരിക്കുന്ന എല്ലാം ഇതും പെർഫെക്റ്റായിട്ട് ആ ചിക്കൻ റെഡി ആയിട്ട് വരും. എൻ്റെ ചാനലിൽ ഞാൻ പറയുന്ന റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഫിനിഷായി. ഇനി നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫ്രണ്ട്സ്.